കാണുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത ടൈമില് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായി, സ്വന്തം കഴിച്ച പാത്രം കഴുകാത്ത, സ്വന്തം മുഷിഞ്ഞ വസ്ത്രം അലക്കാത്ത ആണിനോടും പെണ്ണിനോടും കൂടിയെന്ന്. എന്നിട്ട് പോലും അത് നന്നായിട്ട് കൊണ്ട കുറച്ച് സഹോദരങ്ങള് എന്റെ കമന്റ് ബോക്സിൽ വന്ന് കിടന്ന് മെഴുകുന്നുണ്ട്. ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്വന്തം എച്ചിപ്പാത്രവും മുഷിഞ്ഞ വസ്ത്രവും കഴുകാൻ ഇവരൊന്നും പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ വളർത്തുദോഷം നന്നായിട്ടുണ്ട് എന്നുള്ളതിന് തെളിവ് ഇവരുടെ കമന്റ് വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. പറയുന്ന കാര്യം എന്താണെന്ന് ഉൾക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ അതിൽ വന്നൊരു കമന്റ് ആണേ, ഇക്കാലത്ത് പെൺകുട്ടികളെ എങ്ങനെ വിശ്വസിച്ച് കല്യാണം കഴിക്കുന്നത്, ഇവളുമാരൊക്കെ തലേ കയറിയെന്ന് നിരങ്ങുമെന്ന്. എന്റെ പൊന്ന സഹോദര, ദൈവത്തെ ഓർത്ത് നിങ്ങൾ കല്യാണം കഴിക്കരുത്. നിങ്ങളുടെ തല ആരുടെ മുന്നിൽ കൊണ്ട് വെച്ചു കൊടുക്കാതിരുന്നാ മതി നിരങ്ങാൻ വേണ്ടിയിട്ട്. സ്വന്തം കാര്യങ്ങൾ പോലും തനിയെ ചെയ്യണമെന്ന് പറയുന്നതിനെ നെഗറ്റീവായിട്ട് കാണുന്ന എത്ര പേര് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവുകൾ എന്റെ ആ കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം, കമന്റ് ബോക്സിൽ ഞാനിടുന്ന വീഡിയോ റിലേറ്റഡ് ആയ എന്ത് കാര്യം നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, നിങ്ങൾക്ക് പ്രതികരിക്കാം. ഒരാളുടെ അഭിപ്രായങ്ങൾ മാത്രം പറയാനല്ല, എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയാനാണ് കമന്റ് ബോക്സ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം, ഞാനിടുന്ന വീഡിയോയെ പറയാം, അതിന്റെ ശരി തെറ്റുകളെ ചൂണ്ടിക്കാട്ടാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അതിനപ്പുറം വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞ ഈ ഫോൺ സ്ക്രീനിലൂടെ ആയിരിക്കില്ല പിന്നെ റിപ്ലൈ തരുന്നത്, നേരെ അങ്ങ് വരും. വളർത്തിയവരുടെ മുന്നിലായിരിക്കും പിന്നെയുള്ള ചർച്ച. അതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് പറയാം, എൻ്റെ വീഡിയോയെ പറയാം, എൻ്റെ ആശയങ്ങളെ പറയാം. അതിനപ്പുറം എൻ്റെ വീട്ടുകാരെ പറയാൻ ഒരധികാരവും നിങ്ങൾക്ക് ആരും തന്നിട്ടില്ല. അതിനുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ല. ബൈ.